എല്ലാവർക്കും പമ്മി സ്റ്റഡിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വചനം ഹോസിയ 2:20. വിശ്വസ്തതയിൽ നിന്നെ ഞാൻ സ്വന്തമാക്കും, കർത്താവിനെ നീ അറിയും. ഈ വചനമനുസരിച്ച് ഈശോയുടെ വിശ്വസ്തതയുള്ള മക്കളായി ജീവിക്കുവാനും ഒപ്പം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ വിശ്വസ്തത കാത്തു പരിപാലിക്കാനും നമുക്ക് പരിശ്രമിക്കാം. നമുക്കെല്ലാവർക്കും ബിസ്ക്കറ്റ് വളരെ ഇഷ്ടമാണ്. പക്ഷേ നമ്മളെല്ലാവരും വിചാരിക്കും ചായ സമയത്ത് 2 ബിസ്ക്കറ്റ് കിട്ടിയെങ്കിൽ അത് ചായയിൽ മുക്കി കഴിക്കാമെന്ന്. ആ സമയത്ത് നമ്മൾ തന്നെ ഉണ്ടാക്കിയ ബിസ്ക്കറ്റ് നമ്മൾ കഴിക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റും രുചി ഉണ്ടാകുന്ന കാര്യം പറയണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ വേഗത്തിൽ ഈസി ആയിട്ട് ബിസ്ക്കറ്റ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഇനി നമുക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഒരു വലിയ ബൗൾ എടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഗോതമ്പ് പൊടി ഇല്ലെങ്കിൽ മൈദപ്പൊടി കൊണ്ടും ചെയ്യാൻ പറ്റും. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ബേസൻ പൗഡർ ഇട്ട് കൊടുക്കാം, കടലപ്പൊടി. എന്നിട്ട് കയ്യിൽ കുറച്ച് ഉപ്പ് പൊടി എടുത്ത് പിടിക്കുക. അതിൽ നിന്ന് 4 പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് ഇപ്പോൾ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/3 കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 4 ഏലക്കായ പൊടിച്ച് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏലക്കായയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ അത് ഉപയോഗിക്കണം നിർബന്ധമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് 1/3 കപ്പ് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം സൂക്ഷിക്കണം. ഇത് നന്നായിട്ട് വെള്ളം വരെ ആവാൻ പാടില്ല, മെൽറ്റാവാൻ പാടില്ല. ഇതേമാതിരി ഒരു കുഴമ്പ് രൂപത്തിൽ ഉള്ള നെയ്യായിരിക്കണം. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നെയ്യ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. നെയ്യ്ക്ക് പകരം വേണമെങ്കിൽ ബട്ടർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിലേക്ക് ചപ്പാത്തിക്ക് മാവ് കുഴക്കണ മാതിരി കുറച്ച് പാലൊഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഒരു വലിയ ബോൾ ഉണ്ടാക്കാം. അപ്പോൾ പാലൊഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കുറേശ്ശെ ഒഴിക്കണം. ആദ്യം നമ്മൾ ഒരു ടേബിൾ ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ശരിയായിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരു ടേബിൾ ടീസ്പൂണോടെയും ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാ ബിസ്ക്കറ്റും ഒരേപോലെ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ടേബിൾ ടീസ്പൂൺ എടുക്കാം. അതിലേക്ക് കുറച്ച് മാവ് കുഴച്ചത് വെച്ച് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പുറത്ത് നിൽക്കുന്നതൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് പ്ലേറ്റിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്കിതെല്ലാം ചെയ്യാം. അപ്പോൾ എല്ലാതും ഒരേ ഷേപ്പിലും കിട്ടും ചെയ്യും. ഇപ്പോൾ അത് 18 എണ്ണം നമുക്കിങ്ങനെ ബോൾ സൈസ് കിട്ടിയിട്ടുണ്ട്. എല്ലാം ഒരേ സൈസിലുള്ളതാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഞാൻ ആകെ പാലെടുത്ത് മിക്സ് ചെയ്തപ്പോൾ ആകെ 6 ടേബിൾ ടീസ്പൂൺ പാലാണ് എടുത്തിരുന്നത്. അതൊന്ന് ഓർമ്മയിൽ വെക്കണം നിങ്ങളെല്ലാവരും കേട്ടോ. ഇനി ഇത് നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റീലിൻ്റെ ഒരു കിണ്ണെടുത്തു. അതിൽ നമ്മൾ ബട്ടർ പേപ്പർ വെച്ചു നമ്മൾ. എന്നിട്ട് അതിലേക്ക് ഒന്ന് എണ്ണ തടവി കൊടുത്തു. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഒരു നോട്ട് ബുക്കിൻ്റെ ഒരു സെൻട്രൽ പേജ് കീറുക. അതിൽ കുറച്ച് എണ്ണ പറ്റിയിട്ട് ഇതേപോലെ ഒരു കിണ്ണത്തിൽ വെച്ചാലും മതി. ഇനി നമുക്ക് ഇതിൽ നിന്നൊരു ബോൾ എടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഉണ്ടയാക്കുക. അത് റൗണ്ട് ഷേപ്പിലാക്കാം. ഇപ്പോൾ നല്ല ഷേപ്പിലായിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മറ്റേ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഇതേ ഷേപ്പിൽ കിട്ടി. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ തിക്നെസ് ഒന്ന് കുറയ്ക്കണമെങ്കിൽ ഒന്നുകൂടി പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഡിസൈൻ ചെയ്യണമെങ്കിൽ ഫോർക്ക് വേണമെങ്കിൽ ഉപയോഗിച്ച് ഡിസൈൻ ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ ഒരു കത്തി എടുക്കാം. കത്തിയുടെ ഈ മുറിക്കുന്ന സൈഡല്ല, മറ്റേ സൈഡ് കൊണ്ട് നമ്മളിങ്ങനെ പതുക്കെ ഒന്നിങ്ങനെ വരഞ്ഞു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് പ്ലേറ്റിൽ വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ റൗണ്ടിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് വേണമെങ്കിൽ വേറെ സ്ക്വയർ ഷേപ്പിൽ ഉണ്ടാക്കാം. അത് പറഞ്ഞ് കാണിച്ചു. നമ്മൾ വേറെ ഇതുപോലെ ഒരു ബോൾ എടുത്തു. അത് നന്നായി റൗണ്ട് ഷേപ്പാക്കാം. ഇപ്പോൾ നല്ല റൗണ്ട് ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കൈ വെച്ച് നന്നായി ആദ്യം ചെയ്ത പോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഒരു കത്തി എടുക്കാം. കത്തി കൊണ്ട് ഇങ്ങനെ ഇതിൻ്റെ സൈഡ് ഇങ്ങനെ മുറിച്ച് മാറ്റാം. എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ സൈഡുകളൊക്കെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഡിസൈൻ നമുക്ക് ഇട്ട് കൊടുക്കാം.
കത്തി എടുത്തിട്ട് തിരിച്ചു പിടിച്ചിട്ട് നമുക്ക് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്ക്വയർ ബിസ്ക്കറ്റ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബട്ടർ പേപ്പറിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം റൗണ്ടിലുണ്ടാക്കി പിന്നെ സ്ക്വയർ ഉണ്ടാക്കി. ഇനി നമുക്കിങ്ങനെ എല്ലാതും നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ 4 റൗണ്ടിലുള്ള ബിസ്ക്കറ്റും 5 സ്ക്വയറുള്ള ബിസ്ക്കറ്റും ഞാൻ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിലേക്ക് ഒരു ബ്രഷ് എടുക്കാം, 2 ടീസ്പൂൺ പാലെടുക്കാം. എന്നിട്ട് ബ്രഷ് കൊണ്ട് ഒന്നിങ്ങനെ തടവി കൊടുക്കാം. അപ്പോൾ ബ്രഷിൻ്റെ പകരം നമുക്ക് കോട്ടൺ തുണി കൊണ്ട് ഇങ്ങനെ തടവി കൊടുക്കാം. ഇത് ചെയ്യേണ്ടത് നല്ല ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ 2 തരി പഞ്ചസാര വീതിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ 2-3 പീസ് കാജു വെച്ച് കൊടുക്കുക. ഇതിൽ നമ്മൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ 2 പീസ് വീതം കാഷ്നട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ചിട്ട് നമുക്ക് 5 മിനിറ്റ് നല്ലോണം ചൂടാൻ വേണ്ടി വെച്ച് കൊടുക്കാം, മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഗ്യാസ് സ്റ്റവ് സിമ്മിലിട്ടു. എന്നിട്ട് മൂടി തുറന്നിട്ട് നമ്മുടെ സ്റ്റീലിൻ്റെ ഈ കിണ്ണം നമ്മളിതിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ പ്ലേറ്റ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മൂടി കൊണ്ട് അടച്ചു വയ്ക്കുക. ഇത് എയർ ടൈറ്റ് ആവണം. എന്നിട്ട് 20 മിനിറ്റ് നമ്മൾ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി സിമ്മിലിട്ട് വെക്കണം. 15 മിനിറ്റ് നമ്മൾ തുറന്ന് നോക്കാനേ പാടില്ല. 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് തുറന്ന് നോക്കാം. ഞാൻ 20 മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്ന് നോക്കിയപ്പോൾ ശരിക്കും ബ്രൗൺ കളർ ആയിട്ടിരുന്നില്ല, ബിസ്ക്കറ്റിൻ്റെ കളർ വന്നിരുന്നില്ല. അപ്പം ഞാനത് തുറന്നിട്ട് പിന്നെ ആദ്യം 5 മിനിറ്റ് കൂടി ഞാൻ അടച്ചു വെച്ചു. അപ്പോൾ ഇത് ഇപ്പോൾ മൊത്തത്തിലെല്ലാം കൂടിയിട്ട് 25 മിനിറ്റ് ആകെ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ വയ്ക്കുമ്പോൾ 25 മിനിറ്റ് വെക്കണം. അപ്പോൾ ഇങ്ങനെ തുറന്ന് നോക്കാം. ഇപ്പോൾ തുറന്ന് നോക്കുമ്പോൾ നല്ല ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്, ബിസ്ക്കറ്റിൻ്റെ അതേ കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എടുത്ത് മാറ്റാം. അങ്ങനെ ആദ്യത്തെ ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ രണ്ടാമത്തെ സെക്ഷൻ ഉണ്ടാക്കി വെച്ചത് വച്ചു കൊടുക്കണം. ഇത് നമുക്ക് ഇതുപോലെ 25 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബിസ്ക്കറ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. റൗണ്ടിലുള്ളതും ചതുരത്തിലുള്ളതൊക്കെ 2 സൈസ് ഉണ്ടാക്കി നമ്മൾ ബിസ്ക്കറ്റ്. ഇത് ചെയ്യാനായിട്ട് അപ്പം നിങ്ങൾ കണ്ടില്ലേ, വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയാണ്. അപ്പോൾ ഇനി ഇത് ഒരെണ്ണം ഞാനെടുത്ത് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ എഴുതി എന്നെ അറിയിക്കണം. അപ്പോൾ ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.